Hello everyone. I hope all are fine. ഇത് നമ്മളൊരു സൂപ്പർ റെസിപ്പിയാണ് നോക്കാൻ പോണത്. ഡയബറ്റിക് ഫ്രണ്ട്ലിയും പിന്നെ വെയിറ്റ് ലോസ് റെസിപ്പിയാണ് നോക്കാൻ പോണത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു മിക്സിംഗ് ബൗൾ എടുക്കുക. നമ്മൾ ഒരു കപ്പ് അളവിൽ കടലമാവാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്ര അനുസരിച്ച് നിങ്ങൾ എടുക്കുക. പിന്നെ ഒരു കപ്പ് ചോപ്ഡ് ക്യാരറ്റാണ്, നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിട്ടും ഇട്ട് കൊടുക്കുക, ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് വെജസ് വേണോ ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാപ്സിക്കം വേണോ, ഗ്രീൻ പീസ് വേണോ, ഏത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാബേജാണ് എടുത്തിട്ടുള്ളത്, ഒരു ബൗൾ നിറച്ച് ക്യാബേജാണ് എടുത്തിട്ടുള്ളത്, ചോപ്പ് ചെയ്ത ക്യാബേജാണ്. ചീസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു കപ്പ് സവാള ആണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് സവാളാൻ്റെ പകരം ചെറിയ ഉള്ളി ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഇനി ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആവും. പിന്നെ വന്നിട്ട് എരിവിനനുസരിച്ചുള്ള ഗ്രീൻ ചില്ലിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്രീൻ ചില്ലീൻ്റെ പകരം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പെപ്പർ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എരിവ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. സോൾട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ടേസ്റ്റിനനുസരിച്ച് സോൾട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചാട്ട് മസാല ആഡ് ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ഒരു എഗ്ഗാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ 2 or 3 എടുക്കുക. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ എഗ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഒരു ബാറ്ററാക്കി മാറ്റാം. ദോശൻ്റെ ബാറ്റർ പോലെ നമുക്ക് അധികം ലൂസല്ല, തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഒരു ദോശൻ്റെ ബാറ്റർ പോലെ ആക്കി മാറ്റാം. വെള്ളം പോരെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയാൽ നമ്മളുടെ ബാറ്റർ റെഡിയാണ്. കടലമാവ് വന്നിട്ട് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്, ലോ കാർബോഹൈഡ്രേറ്റ് ഉള്ളതാണ്. അതുകൊണ്ട് ഡയബറ്റിക് ആയിട്ടുള്ളവർ, വെയിറ്റ് ലോസ് ചെയ്യുന്നവരൊക്കെ ഇത് കഴിക്കുക. നിങ്ങൾക്ക് കടലമാവിൻ്റെ റെസിപ്പീസ്, പിന്നെ ഡയബറ്റിക് ഫ്രണ്ട്ലി റെസിപ്പി, പിന്നെ വെയിറ്റ് ലോസ് റെസിപ്പി വേണമെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഇനി പുതിയ ആയിട്ടുള്ള റെസിപ്പീസ് വീഡിയോ ആയിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളൊരു ദോശൻ്റെ പാൻ വയ്ക്കുക. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്ര ഇട്ടിട്ട് നമ്മൾ വലിയ ദോശ അല്ലെങ്കിൽ ചെറിയ ദോശ, നമുക്ക് എത്ര സൈസ് ഇഷ്ടമോ അത്ര സൈസ് നമ്മൾ ദോശ ഉണ്ടാക്കാം. ഇതുപോലെ നമ്മൾ സ്പ്രെഡാക്കി കൊടുത്തിട്ട് നമുക്ക് ഗീ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഹെൽത്തി ഫാറ്റാണ്. 1/4 സ്പൂൺ ഗീ ആഡ് ചെയ്യണ കൊണ്ട് ഒരു കുഴപ്പമില്ല. കിഡ്സിനൊക്കെ ആണെങ്കിൽ 1 സ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കായതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കുട്ടികളിന് ഈവനിങ് സ്നാക്സ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ട്രാവലിംഗ് ചെയ്യുമ്പോൾ ഒക്കെ കൊണ്ടുപോയാൽ നമുക്ക് ഇതിന് സൈഡ് ഡിഷ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഇത് തന്നെ കഴിക്കാൻ പറ്റും. ട്രാവലിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്കും ഇത് കൊടുത്താൽ അവർ ഹാപ്പി ആയിട്ട് കഴിച്ചോളൂ. വേണമെങ്കിൽ കുറച്ച് മേലെ ചീസ് പിന്നെ വന്നിട്ട് സോസൊക്കെ ഇട്ട് കൊടുത്താൽ കുട്ടികൾ ഹാപ്പി ആയിട്ട് കഴിച്ചോളൂ. വലിയ ആൾക്കാർക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതാ നമ്മളുടെ കടലമാവിൻ്റെ ദോശ ഇവിടെ റെഡിയാണ്. കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് സെർവ് ചെയ്യാനുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഉച്ചയ്ക്ക് ചോറിന് പകരം വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള ആൾക്കാർ ഇത് ഒന്ന് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഡിന്നറിന് വന്നിട്ട് ഇത് ഒന്ന് കഴിച്ചാൽ നല്ല ഫുള്ളായിട്ടുണ്ടാവും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കോക്കനട്ട് ചട്നീൻ്റെ കൂടിയും സെർവ് ചെയ്യുക, അല്ലെങ്കിൽ കേർഡിൻ്റെ കൂടിയും സെർവ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമാണ് അതുപോലെ നിങ്ങൾ കഴിക്കുക. ചെറിയ കുട്ടികളെന്ന് വീട്ടിൽ അഡൾട്ട്സ് വരെ ഇത് കഴിക്കുക. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയിക്കണേ. വീഡിയോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീനെ ഷെയർ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.